പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾക്ക് അടുത്ത പാർട്ട് 6ഉം 7ഉം ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ്സ് ഭയങ്കര വാല്യുബിൾ. അപ്പോൾ നിങ്ങൾ പാർട്ട് 6 വേണം, പാർട്ട് 7 വേണം, അങ്ങനെ കമന്റ് ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള വാക്കുകളൊക്കെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുള്ള വീഡിയോസ് കമന്റ് ചെയ്യാം. ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ അടുത്ത വേർഡ് ഏതാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒപ്പിലൻസ്. ഒപ്പിലൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഒപ്പൽ എന്നൊരു വാക്ക് കേൾക്കാം അല്ലെ. ഒപ്പൽ എന്ന് വെച്ചാൽ ഒരു കല്ലാണ്. ഓക്കെ, ഇതാണ് ഒപ്പൽ എന്ന് പറയുന്ന ആ ഒരു ജെം സ്റ്റോൺ. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് തോന്നില്ലേ കാണുമ്പോൾ തന്നെ? ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഫീലാണ് ആ കല്ല് നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ ഒപ്പലൻസ് എന്ന് പറയുമ്പോൾ ഓപ്പൽ എന്ന് വെച്ചാൽ ഒരു കല്ലാണ്. ദാറ്റ് ഇസ് വെരി വിച്ച് ഗീവ്സ് എ ലക്ഷൂറിയസ് ഫീലിംഗ്. സോ ഓപ്പലൻസിന്റെ മീനിങ്ങും സംതിങ് റിലേറ്റഡ് ടു ആ സെയിം മീനിങ് ആണ് ഗ്രേറ്റ് വെൽത്ത് ഓർ ലക്ഷറി. ഇമാതിരി ഒരു കല്ല് ഒക്കെ ഭയങ്കര വാല്യുബിൾ ആണെങ്കിൽ അറിയാലോ, നമ്മൾ പിന്നെ രക്ഷപ്പെട്ടു. ലക്ഷൂറിയസ് ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഡയമണ്ട് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര ലക്ഷറി ഫീലിംഗ് ആണ്. സോ ഒപ്പിലൻസിൽ ഓപ്പൽ എന്നൊരു പേര് ഒഴിഞ്ഞിടക്കുന്നുണ്ട്. ഓപ്പൽ എന്ന് വെച്ചാൽ ഒരു ജെം സ്റ്റോൺ ആണ്. ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഗീവ്സ് ദ ഫീലിംഗ് ഓഫ് ലക്ഷറി അല്ലെങ്കിൽ വെൽത്ത്. അത് തന്നെയാണ് ഒപ്പലൻസിന്റെ മീനിങ്ങും, ഗ്രേറ്റ് വെൽത്ത് ഓർ ലക്ഷറി. അടുത്ത നോക്കിയാലോ, ഹെലേഷ്യസ്. ഹെൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നരകം നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമല്ല. ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രീംലി ബാഡ് ആയിട്ടുള്ള, എക്സ്ട്രീംലി സാഡ് ആയിട്ടുള്ള, ഭയങ്കര ഭയാനകമായ ഒരു സ്ഥലമാണ്. അപ്പം ഹെലേഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെൽ എന്നൊരു വാക്കുണ്ട്. ഹെൽ എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ബാഡ്, എക്സ്ട്രീംലി സിവിയർ എന്നൊക്കെയാണ് മീനിങ്. വെരി ബാഡ് ഓർ ഓവർവെൽമിങ്, അതാണ് ഹെലേഷ്യസ് എന്ന്. ഭയങ്കര ബാഡ് ആയിട്ടുള്ള, ഭയങ്കര സിവിയർ ആയിട്ടുള്ള, ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു സ്ഥലം. സോ ഹെലേഷ്യസ് കിട്ടിയല്ലോ. ഇനി മറക്കരുത്, ഹെലേഷ്യസിൽ ഹെൽ ഓർക്കുക. ഷാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ആൻഡ് ലോ. ചെറുതാണ്, ചെറിയ ലോ, അങ്ങനെ നമുക്ക് പറയാം. ഷാലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സ്മോൾ ലോ എന്നാണ്. സ്മോൾ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ലോ. ഭയങ്കര ലോ ആണോ, ഭയങ്കര ഡെപ്ത് ഉണ്ടോ? ഇല്ല, ചെറുതായിട്ടേ ലോ ഉള്ളൂ. കണ്ടോ, ഇപ്പൊ ഇത് നോക്കിയേ, അധികം താഴ്ചയില്ല. നമുക്ക് കല്ലുകളൊക്കെ കാണാം, വെള്ളത്തിനടിയിലുള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ലോയാണ്, താഴെയാണ്, പക്ഷെ ഒരുപാട് ലോ അല്ല, ചെറിയ രീതിയിൽ മാത്രമേ ഡെപ്ത് ഉള്ളൂ. ഒരുപാട് ഡെപ്ത് ഇല്ല, കുറച്ച് ഡെപ്തേ ഉള്ളൂ. അപ്പൊ ഷാലോയുടെ മീനിങ് എന്താണ്? ഓഫ് ലിറ്റിൽ ഡെപ്ത്. കുറച്ച് സ്മോൾ ലോ എന്ന് ആലോചിച്ചാൽ മതി. കുറച്ച് എന്തുള്ളൂ, താഴ്ചയുള്ളൂ, കുറച്ച് ഡെപ്ത് ഉള്ളൂ. അടുത്ത് നോക്കാം, ഹോപ്പ് നോബ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ഡ്രസ് ചെയ്ത ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ടീം അല്ലേ. റിച്ച് ആയിട്ടുള്ള പഴയ മറ്റേ എലീറ്റ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ തോന്നില്ല. അപ്പൊ റിച്ച് ആയിട്ടുള്ള കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. അവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നില്ല. ഹോപ്പ് നോബ്. അപ്പം നോബിൾ എന്ന് ആലോചിച്ചാൽ മതി. നോബിൾ എന്ന് ആലോചിക്കുക. അപ്പൊ നോബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഹോപ്പ് നോബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുക. സോ മിക്സിംഗ് ഓഫ് റിച്ച് പീപ്പിൾ, അല്ലെങ്കിൽ മിക്സ് സോഷ്യലി, എസ്പെഷ്യലി വിത്ത് ദോസ് ഓഫ് പെർസീവ് വിത്ത് ഹയർ സോഷ്യൽ. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവുക, കുറച്ചുകൂടെ പണക്കാരായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരോട് ഇടപെടുക, അവരോട് സംസാരിക്കുക, അവരുടെ കൂട്ടുകെട്ടുക. അതാണ് ഹോപ്പ് നോബിൾഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം, റിബാൾഡ്. ഈ റിബാൾഡിനകത്ത് ഈ ബാൾഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാം. ബാൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷണ്ടി. അപ്പൊ ഈ കഷണ്ടി ഉള്ളവരൊക്കെ നമ്മൾ, അല്ലെങ്കിൽ മൊട്ടത്തലയന്മാരൊക്കെ നമ്മൾ കളിയാക്കും. പക്ഷെ അത് ബാഡ് അല്ലേ, അങ്ങനെ പറയുന്നത്, ആ മൊട്ടത്തലെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ളവരെ കളിയാക്കുന്നത് ഒട്ടും ഗുഡ് ഹ്യൂമർ അല്ല. നമ്മൾ ബോഡി ഷേമിംഗ് ഒക്കെ ബാഡ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരാളുടെ തലമുടി ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരാൾ മെലിഞ്ഞിരിക്കുന്നു, ഒരാൾ തടിച്ചിരിക്കുന്നു, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല. അപ്പൊ ദാറ്റ് ഇസ് എ ബാഡ് ഹ്യൂമർ അല്ലെ. അപ്പൊ റിബാൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ അമ്യൂസിംഗ്ലി കൊറോസസ് ഇർറെവറന്റ് ടോക്ക്. അപ്പൊ ബാഡ് ആയിട്ടുള്ള ഹ്യൂമർ എന്ന് ഓർത്തിരുന്നാലും മതി. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് വാക്കുകളായിട്ട് കാണാം. അപ്പോൾ ഞങ്ങളടുത്ത് പഠിക്കണമെങ്കിൽ മറക്കണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ബാച്ച് ഇതാണ്, RRB P1 Club ബാച്ച് 2.0. ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ 5 വാക്കുകളായിട്ട് കാണാം. ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.